ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കുഷൻ പില്ലോയുടെ സ്റ്റിച്ചിങ് ആൻഡ് ഡെക്കറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് സാരിയുടെ മെറ്റീരിയലാണ്. അപ്പോൾ ഞാനത് ചുരിദാർ തച്ചിട്ട് വരുന്ന ബാക്കി കട്ട് പീസസ് ഇല്ല, അതിൽ നിന്നാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ കളറിലെ സാരിയാണ്. അപ്പം അതിൻ്റെ വേസ്റ്റ് പീസിൽ നിന്ന് ഒരു ചതുര കഷ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആദ്യം ഒരു കോൺ ഷേപ്പിൽ രണ്ടായിട്ട് മടക്കാം. എന്നിട്ട് അതിനെ വീണ്ടും ഒന്നുകൂടെ മടക്കിയതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് വിരലുകൊണ്ട് ചുരുട്ടി പിടിച്ചിട്ട് സൂചി നൂലും വെച്ച് തയ്ച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നൂലുകൊണ്ട് കെട്ടിക്കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡിയായി. ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ അല്ലെങ്കിൽ ഒരു ലീഫ് പോലെയൊക്കെ തോന്നിക്കുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ കുറേ അധികം ചെയ്തെടുക്കണം, എങ്കിലാണ് നല്ല ഭംഗി വരുന്നത്. എത്രത്തോളം ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇടയ്ക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ മെയിനായിട്ട് വേണ്ടുന്നത് കുഷനല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ബ്ലാക്ക് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഒരു കുഷൻ കവർ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് പഞ്ഞി നിറച്ച് അതും ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒന്ന് ചോക്ക് കൊണ്ടും ഒരു വൃത്തം വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു ലീഫ് ഉണ്ടാക്കിയെടുത്തില്ലേ, അത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ നൂല് സൂചി ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട് മൊത്തത്തിൽ തയ്ച്ച് വന്നപ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ടി വി ഒക്കെ കാണുന്ന സമയത്ത് നമുക്കിതുപോലെ കുറച്ച് തുണി ഇതുപോലെ ചതുര കഷ്ണമായിട്ട് ഒരേ അളവിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടി വി കാണുകയും ചെയ്യാം, നമുക്കിതുപോലെ ഈ ഒരു ലീഫ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ പില്ലോ റെഡിയാക്കിയിട്ട് നമുക്ക് ഇതും സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഇതൊക്കെ എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സമയം ചിലവാക്കേണ്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ ഇതുപോലുള്ള ഐറ്റംസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും സോഫയിലൊക്കെ ഇങ്ങനെ വെക്കുമ്പം. അപ്പോൾ ഇനി ആദ്യത്തെ ഒരു സർക്കിൾ കഴിഞ്ഞു, നമ്മൾ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ രണ്ടാമതും ഇതുപോലെ ലീഫ്, അതായത് ഒരു രണ്ടെണ്ണം വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇത് കവർ ചെയ്തെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ഗ്യാപ്പില്ലാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ നടുഭാഗത്തോട്ടൊരു പൂവുണ്ടാക്കി ഒന്നുകൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഷൻ പില്ലോ റെഡിയായി കഴിഞ്ഞു. ഇനി അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് കളറിലെ മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, രണ്ടറ്റവും കൂടെ കൂട്ടിച്ചേർത്തിട്ട്. എന്നിട്ട് അതിൻ്റെ തുമ്പ് ആദ്യം ഒന്ന് മടക്കി പിടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒന്ന് അത് സെക്യൂർ ആയിരിക്കാൻ വേണ്ടി തയ്ച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഈസിയാണ് ഇതുപോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കിനി വേറെ ഏതെങ്കിലും നമ്മുടെ കയ്യിൽ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ അതും ഒട്ടിച്ചൊക്കെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ കയ്യിലുള്ള ഐറ്റം വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇല്ലെങ്കിൽ പോംപോം ബോൾസൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കാം, അത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇനി ഈ ഒരു കളറിൽ തന്നെ നമ്മൾ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഓരോ കളർ ഓരോരുത്തരുടെ ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു രീതിയിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കളേഴ്സ് എടുത്തത്. അപ്പോൾ ഇതേ കണ്ടില്ല, ഫ്ലവറും അറേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ഈസിയാണ് ചെയ്യാനായിട്ട്. ലാസ്റ്റായിട്ട് നമ്മൾ സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ തയ്ച്ചു കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ നൂലഴിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ ഇതൊന്ന് ചുരുട്ടി പിടിച്ചിട്ട് ഒന്നുകൂടെ സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തയ്ച്ചു കൊടുക്കണമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതിനെയും കൂടെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല. ആ ഒരു പിസ്ത ഗ്രീൻ കളറ് ബ്ലാക്ക്. അപ്പം ഞാൻ ഈ ഒരു ലൈറ്റ് കളറാണല്ലോ പിസ്ത ഗ്രീൻ, അതുകൊണ്ടാണ് ഞാനൊരു ഡാർക്ക് കളറായിട്ടുള്ള കുഷൻ കവർ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതും നല്ല ഭംഗിയായിരിക്കും. ഒരു പീച്ച് കളറൊക്കെ പിസ്ത ഗ്രീൻ കളറിൻ്റെ കൂടെ നന്നായിട്ട് കോമ്പയർ ചെയ്ത് പോകുന്നതായിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ്, ഡെയിലി വ്ളോഗ്സൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. താങ്ക്